എല്ലാവർക്കും നമസ്കാരം. മഴത്തോരു മുമ്പേ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. അലീന എല്ലാവരോടും യാത്ര പറഞ്ഞ് നെടുമ്പരക്കിൽ വീട്ടിൽ നിന്നും പടിയിറങ്ങുകയാണ്. എല്ലാവരെയും വിട്ടുപോകുന്ന വിഷമം നമ്മുടെ അലീനയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാം നെഞ്ചിലൊതുക്കിക്കൊണ്ട് അവള് നമ്മുടെ ബാലേന്ദ്രന്റെ കാറിലേക്ക് ചെന്ന് കയറുവാണ്. കാറിൽ കയറിയ അലീനയാണെന്നുണ്ടെങ്കിൽ വിഷമം പുറത്ത് പ്രകടിപ്പിക്കാതെ കണ്ണടച്ചിട്ട് സീറ്റിലേക്ക് ഇങ്ങനെ ചാരിയിരിക്കുവാണേ. അങ്ങനെ ഇരുന്ന അലീനയാണെങ്കിൽ മയങ്ങി പോകുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ കാറും എടുത്ത് ഒരുപാട് ദൂരം അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. കുറച്ചു ദൂരം കഴിയുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തുന്നുണ്ട്. ആ നിർത്തുന്ന സമയത്താണ് നമ്മുടെ അലീന ഉറക്കം തെളിയുന്നത്. നോക്കുന്ന സമയത്ത് ഒരു റെസ്റ്റോറന്റിന് മുമ്പിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാ എന്ന് അലീനയുടെ അടുത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ശരിയച്ച എന്ന് പറഞ്ഞിട്ട് അലീന വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഭക്ഷണം കഴിച്ച് തിരികെ വണ്ടിയിൽ കയറിയതിനു ശേഷം അലീന ചോദിക്കുന്നുണ്ട്, അച്ഛ നമ്മള് എങ്ങോട്ടാ പോകുന്നതെന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലോ എന്ന്. പറയാമെന്ന് മാത്രമാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. നമ്മള് കൊളത്തൂർ പുഴയ്ക്ക് തന്നെയല്ലേ അച്ഛ പോകുന്നത്? അതേ എന്ന് ബാലേന്ദ്രൻ മറുപടിയും കൊടുക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന അങ്കിളിന്റെ വീട്ടിലേക്കാണോ പോകുന്നത് എന്ന് അലീനയുടെ ആ ചോദ്യം കേൾക്കുമ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രന്റെ മനസ്സ് ഒന്ന് പെടയുന്നുണ്ട് കേട്ടോ. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബാലചന്ദ്രന്റെ ശ്രദ്ധ മാറുകയും ഒരു വണ്ടിയിൽ ചെന്ന് ഇടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അച്ഛ വണ്ടി എന്ന് പറഞ്ഞ് അലീനയുടെ ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും ബാലേന്ദ്രനാണെങ്കിൽ വണ്ടി അങ്ങ് വെട്ടിച്ച് റോഡിൽ നിന്നും മാറി വണ്ടി നിർത്തുകയാണ്. ഒരു നിമിഷം മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ വണ്ടിയുമായിട്ട് ബാലേന്ദ്രന്റെ വണ്ടി കൂട്ടിയിടിച്ചേനെ. ആ വണ്ടിക്കാരനാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധയില്ലാതെ ഓടിച്ച ബാലേന്ദ്രനെ അവിടുന്ന് തെറി വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഗ്ലാസുകളെല്ലാം പൊക്കി വെച്ചത് കൊണ്ട് തന്നെ അവര് എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഇവർ കേട്ടിട്ടില്ല കേട്ടോ. വണ്ടി കുറച്ചുകൂടി അങ്ങോട്ട് മാറ്റിയിട്ട് ബാലേന്ദ്രനാണെങ്കിൽ കുപ്പിയിലുള്ള വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ഭയങ്കര അസ്വസ്ഥനാണ് എന്നുള്ള കാര്യം നമ്മുടെ അലീനയ്ക്ക് കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ മനസ്സിലാകുന്നുണ്ട്. അച്ഛൻ ഇടവിട്ട് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതും അലീന ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് ബാലേന്ദ്രനാണെങ്കിൽ അലീനയെ നോക്കി പുറത്തോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് കൈകൊണ്ടിങ്ങനെ മാടി വിളിക്കുന്നുണ്ട്. അത് പ്രകാരം തന്നെ അലീന പുറത്തോട്ട് ഇറങ്ങി വരുവാണേ. അലീന പുറത്തോട്ട് വന്ന ഉടനെ തന്നെ അലീനയുടെ കയ്യിലേക്ക് ആ വെള്ളത്തിന്റെ ബോട്ടിൽ കൊടുക്കുന്നുണ്ട്. അലീന അതിൽ നിന്നും 2 കവിള് വെള്ളം കുടിക്കുകയും ആണെങ്കിൽ അലീനയുടെ അടുത്തൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. അവിടുന്ന് ദൂരേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. ഇത് കണ്ട അലീനയാണെങ്കിൽ ബാലേന്ദ്രന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, അച്ഛന് എന്താണ് പറ്റിയത് എന്ന്. ഇത് കേട്ട ബാലേന്ദ്രൻ അലീനയെ നോക്കിക്കൊണ്ട്, മോളെ നിന്റെ അടുത്ത് എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അച്ഛ ആ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോ അതെ, അച്ഛൻ എന്നെ കൊണ്ടുപോകുന്ന സ്ഥലം മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അവിടെ എനിക്ക് എന്താണ് ജോലി, അവിടെ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അച്ഛൻ സൂചിപ്പിച്ചില്ലല്ലോ. സ്റ്റാൻലി ജോസഫ് ഒരു പട്ടാളക്കാരനായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് അലീനയുടെ അടുത്ത് പറയുമ്പോൾ അലീന ഉടനെ തന്നെ ബാലേന്ദ്രന്റെ അടുത്ത് ചോദിക്കുന്നത്, ഇതിനെക്കുറിച്ച് പറയാനാണോ അച്ഛൻ ഇത്രയും ടെൻഷൻ അടിച്ചത് എന്നുള്ള കാര്യമാണേ. അല്ല, എനിക്ക് നിന്നോട് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. സ്റ്റാൻലി ജോസഫ് കുറച്ചു കാലം മുമ്പ് ആഗ്ര കണ്ടെയ്ൻമെന്റിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുമായിട്ട് സ്നേഹത്തിലാവുകയും അവര് കുറച്ചുനാൾ ഒരുമിച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ അടുപ്പത്തിനോട് ബന്ധുക്കൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും പിരിയേണ്ടി വന്നു. പിരിയുന്ന സമയത്ത് അവള് പൂർണ്ണ ഗർഭിണിയായിരുന്നു. നെയ്യാറ്റിൻകരയിലെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവള് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. അവളുടെ വീട്ടുകാരാണെങ്കിൽ ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിലേക്ക് കൈമാറുകയും ചെയ്തു. ഇതെല്ലാം കേട്ട് അലീനയ്ക്കാണെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ ഷോക്കായതുപോലെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ബാലേന്ദ്രൻ വീണ്ടും തുടരുകയാണ്. ആ പെണ്ണെ കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിച്ചു. അതുപോലെ തന്നെ സ്റ്റാൻലിയും. ഓർഫനേജിലേക്ക് കൈമാറിയ ആ പെൺകുട്ടിയാണെങ്കിൽ വലുതായി നല്ല മിടുക്കി കുട്ടിയായി. അവളുടെ പേരാണ് അലീന. അത്രയും കാര്യങ്ങള് ബാലേന്ദ്രനാണെങ്കിൽ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടാണ് അലീനയുടെ അടുത്ത് പറഞ്ഞത്. അതിനുശേഷം അലീനയുടെ മുഖത്ത് നോക്കുകയും, മോളെ നമ്മൾ പോകുന്നത് നിന്റെ അച്ഛന്റെ അരികിലേക്കാണ്. നീ സ്റ്റാൻലി ജോസഫിന്റെ മകളാണ്. ഇത് കേട്ട അലീനയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. എന്നാൽ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം പോലെയാണ് കേട്ടോ. അത്രയും നേരം അവളുടെ അടുത്ത് എങ്ങനെ അവളുടെ അച്ഛനാണ് സ്റ്റാൻലി ജോസഫ് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയും എന്നുള്ളൊരു ബുദ്ധിമുട്ട് ബാലേന്ദ്രൻ ഉണ്ടായിരുന്നു. എന്നാൽ തനിക്ക് അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ആശ്വാസം പോലെയാണ് ബാലേന്ദ്രന് തോന്നുന്നത്. അലീന ഉടനെ തന്നെ വണ്ടിയിനുള്ളിലേക്ക് പോകുകയും ഡാഷ്ബോർഡിൽ തലവെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ബാലേന്ദ്രനും അതുപോലെ തന്നെ കാറിൽ കയറിയിരിക്കുന്നുണ്ട്. അച്ഛൻ കാറിൽ കയറി എന്ന് മനസ്സിലായി അലീന കണ്ണെല്ലാം തുടയ്ക്കുന്നുണ്ട്. അലീന കരയുകയായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ ബാലേന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. അലീന അച്ഛന്റെ മുഖത്തേക്ക് നോക്കാതെ ഇങ്ങനെ മുന്നോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ബാലേന്ദ്രനാണെങ്കിൽ അലീന എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഉടനെ ബാലേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുവാണ് അലീന. ആണ് സ്റ്റാൻലി ജോസഫ് എന്ന് അറിഞ്ഞതിന് ശേഷം നമ്മുടെ അലീനയുടെ മനസ്സിലാണെങ്കിൽ 100 ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് ഞാന് അവരുടെ മകളാണെന്നുള്ള കാര്യം അറിയോ? അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അവരുടെ ഇടയിലേക്ക് ഞാൻ എങ്ങനെയാ പോകുന്നത്? ഇനി ആ കുടുംബത്തിൽ മറ്റൊരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോവുകയാണോ? അവിടെ എന്ത് ജോലിയായിരിക്കും തനിക്ക് ഉണ്ടാവുക? അത് മാത്രമല്ല, സ്വന്തം മകളായിട്ട് അംഗീകരിച്ചിട്ട് തന്നെയാണോ തന്റെ അച്ഛൻ അങ്ങനെ കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ തന്റെ മകളായിട്ട് അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ള 100 ചോദ്യങ്ങൾ നമ്മുടെ അലീനയെ അലട്ടിക്കൊണ്ടേ ഇരിക്കുവാണ്.
അത് കഴിഞ്ഞ് ബാലേന്ദ്രന്റെ അടുത്ത് അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ, അച്ഛനൊരു സൂചന പോലും തനിക്ക് തന്നില്ലല്ലോ എന്നുള്ള കാര്യം. നീ വീട്ടിൽ നിന്ന് പോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീരുമാനിച്ചപ്പോ നിന്നെ ഏറ്റവും സുരക്ഷിതമായ ഇടത്തേക്ക് എത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. നീ എവിടെയാണോ സുരക്ഷിത, നിന്റെ അച്ഛനല്ലാതെ മറ്റൊരു കൈകളിൽ നീ സുരക്ഷിതയാവില്ല എന്നുള്ള കാര്യം അറിയുന്നത് കൊണ്ടാണ് നിന്റെ അച്ഛൻ ആരാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തെ പോയി കണ്ട് നിന്നെ മകളായിട്ട് സ്വീകരിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തില്ലേ. ഇതെല്ലാം ഞാൻ ചെയ്തത് നിനക്ക് വേണ്ടിയാണ്. നീ സന്തോഷവതിയും അതുപോലെ സുരക്ഷിതയും ആയിരിക്കണം. എല്ലാം മോളെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ ചെയ്തതെന്ന് ബാലേന്ദ്രൻ പറഞ്ഞത് കേൾക്കുമ്പോ ഉടനെ തന്നെ അലീന ബാലേന്ദ്രന്റെ തോളിലിങ്ങനെ ചാഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. വിഷമത്ത് കിടക്കുന്ന അലീനയെ തോളിൽ തട്ടിയിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. തുടർന്ന് കാണിക്കുന്നത് സ്റ്റാൻലി ജോസഫിന്റെ ആ ബംഗ്ലാവിലാണ് കേട്ടോ. അവിടെ ആന്റപ്പനെ ഭയങ്കരമായിട്ട് ശകാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാത്തതിന് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അവിടെ കാര്യങ്ങള് പറഞ്ഞതുപോലെ മുഴുവനായിട്ട് ചെയ്യാത്തതിന്റെ ദേഷ്യമാണ് സ്റ്റാൻലി ജോസഫ് കാണിക്കുന്നത് കേട്ടോ. നിന്റെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതില്ലേ ഇവിടെ ഒരു ഗസ്റ്റ് വരാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന്. ആ ഗസ്റ്റ് വരുന്നതിന്റെ ഒരുക്കങ്ങളാണ് കേട്ടോ വീട്ടിൽ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യുന്നു, അവിടെ പഴയതായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു മാറ്റുന്നു, അവിടെ പുതിയത് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു കുഷ്യൻ മാത്രം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ ഉണ്ട്, പക്ഷെ കുറച്ച് പഴക്കമുള്ളതായതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടി സ്റ്റാൻലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളതായതുകൊണ്ട് തന്നെ അവിടുന്ന് ആന്റപ്പം മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് മാറ്റാത്തതിന്റെ ദേഷ്യമാണ് സ്റ്റാൻലി ജോസഫ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു വിശിഷ്ട അതിഥിയാണ് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സ്റ്റാൻലി ജോസഫ് പറഞ്ഞു, പക്ഷെ ആരാണെന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അലിനയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ബലൂണുകളും അതുപോലെ തന്നെ ഒരുപാട് ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഞാൻ സമയം എടുക്കുന്നതോറും സ്റ്റാൻലി ജോസഫ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി പുറത്ത് നോക്കുന്നുണ്ട് കേട്ടോ എത്തിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതുപോലെ തന്നെ അവിടുത്തെ പട്ടികളും ഭയങ്കരമായിട്ട് അസ്വസ്ഥമായിട്ട് ഇങ്ങനെ ചെന്ന് നോക്കുന്നതൊക്കെ ആന്റപ്പൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും നാളായിട്ട് ആന്റപ്പന് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻലി ജോസഫിന്റെ ഭാഷ പട്ടികൾക്ക് മനസ്സിലാവോ അതോ സ്റ്റാൻലി ജോസഫിന് അറിയുന്നത് പട്ടികളുടെ ഭാഷയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. വരാൻ വേണ്ടി പോകുന്ന അതിഥിക്ക് വേണ്ടിയിട്ട് സ്റ്റാൻലി ജോസഫ് പുതിയൊരു കാറ് തന്നെ മേടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ലക്ഷങ്ങൾ മുടക്കിയിട്ട് ആ കാറ് മേടിച്ചിട്ടിരിക്കുന്നത് എന്ത് തരം അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് അവിടുത്തെ ജോലിക്കാരുടെ സംശയം. സാധാരണയായിട്ട് ഇതുപോലെ ഡെക്കറേഷൻസ് ഒക്കെ പൊതുവെ എല്ലാ വീടുകളിലും ചെയ്യുന്നത് ഒന്നെങ്കിൽ ഓണത്തിന് അല്ലെങ്കിൽ ക്രിസ്മസിനൊക്കെയാണ് ണല്ലോ. അതിനെക്കുറിച്ചൊക്കെ ബൈജു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാറി നിന്നുകൊണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ വീടിനുള്ളിലേക്ക് ഒരു വണ്ടി കയറി വരുന്നതായിട്ടുള്ള ഹോണടി ശബ്ദം കേൾക്കുന്നത്. ഉടനെ തന്നെ സിഗരറ്റ് കയ്യിൽ നിന്നും താഴെ ഇടുകയും എന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. ആ കാറ് കണ്ട ഉടനെ തന്നെ ബൈജുവിന് കോട്ടയം രജിസ്ട്രേഷൻ വണ്ടി ഇതിനു മുമ്പ് ഈ ഇവിടെ വണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവാണ്. കാറ് തുറന്നിട്ട് ബാലേന്ദ്രൻ ഇറങ്ങുമ്പോഴേക്കും ബൈജുവിന് കാര്യം മനസ്സിലായി. എന്തായാലും ഇദ്ദേഹമല്ല അതിഥി എന്നുള്ള കാര്യം, അതിഥി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. അത് കഴിഞ്ഞ് കാറിന്റെ അപ്പുറത്ത് നിന്നും നമ്മുടെ അലീന ഇറങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു മാടപ്രാവിനെ പോലത്തെ ഒരു പെൺകുട്ടി. അവളുടെ ഫേസ് കാണുമ്പോ തന്നെ നമ്മുടെ സ്റ്റാൻലി ജോസഫിന്റെ മൂത്ത മകളുടെ ചായ ഉണ്ടെന്നുള്ള കാര്യം ബൈജുവിന് തോന്നുവാണേ. അലീന കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അതേസമയം ബൈജുവിന് ഒരു സംശയം തോന്നുന്നുണ്ട്, ഇനി സ്റ്റാൻലി ജോസഫിന്റെ വൈഫിന്റെ ആരെങ്കിലും ആണോ എന്നുള്ളൊരു കാര്യം. അതേസമയം ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് ഇതാണ് സ്റ്റാൻലി ജോസഫിന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവ്. അതേസമയം നായ്ക്കളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കുറയാണ് കേട്ടോ. പക്ഷെ ബാലേന്ദ്രൻ അലീനയുടെ കൈ പിടിച്ചു വാ എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അവര് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും രണ്ട് നായ്ക്കള് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവര് ഭയങ്കര ഒച്ചത്തിൽ കുരയ്ക്കുന്നുണ്ട്. ഉടനെ തന്നെ ബാലേന്ദ്രൻ ഒരു പടി പിന്നിലേക്ക് വെക്കുന്നുണ്ട്. എന്ന നായ്ക്കളാണെങ്കിൽ അലീനയുടെ അരികിലേക്ക് അങ്ങ് ചെല്ലുവാണ്. എന്നിട്ട് കൈകൾ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുന്നത് കാണുമ്പോഴേക്കും ബൈജു ആണെങ്കിൽ കണ്ണടച്ച് നിൽക്കുവാണ്. ഇപ്പൊ നായ അലീനയെ കടിച്ച് ശരിപ്പെടുത്തും എന്ന് വിചാരിച്ചിട്ട്. എന്നാ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് ആ കാഴ്ച കണ്ട് ബൈജു വരെ ഞെട്ടിപ്പോവാണേ. അലീനയുടെ കൈകളിലേക്ക് നായ്ക്കള് തല വെച്ച് ഇങ്ങനെ ഒരുമുകയും അതുപോലെ നക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അലീനയാണെങ്കിൽ അവന്മാരെയൊക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബൈജു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഒരുപാട് നാളായിട്ട് ബൈജു അവിടെ ജോലി ചെയ്യുന്ന ആളാണല്ലോ, ഒരിക്കൽ പോലും ആ പെൺകുട്ടി അവിടെ വന്നതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ നായ്ക്കളുമായിട്ട് ഇത്രയും അടുത്തത് എന്നുള്ള കാര്യം. എന്നാൽ അലീനയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അലീന ചെറുപ്പം മുതലേ ഭയങ്കരമായിട്ട് നായ്ക്കള് അലീനയോട് ഒരു പ്രത്യേക ഒരു വാത്സല്യം കാണിക്കുന്നുണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം. അങ്ങനെ അലീന വന്നു എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് രണ്ട് നായ്ക്കള് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അതേസമയം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച താൻ ഇവിടെ വന്നപ്പോ ഈ വീട് ഇങ്ങനെയല്ലായിരുന്നു. ഇത് കേട്ട അലീന ഇങ്ങനെ എങ്ങനെ എന്നുള്ള മട്ടില് ബാലേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. മൊത്തത്തിലൊന്ന് റീഫ്രഷ് ചെയ്തതുപോലെയുണ്ട്.
അലീനയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മാറ്റങ്ങൾ വരുത്തിയെന്നുള്ള കാര്യം ബാലേന്ദ്രൻ അലീനയുടെ അടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആന്റപ്പൻ വരുന്നുണ്ട് കേട്ടോ. വന്ന് അവരുടെ അടുത്ത് കയറി ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേണൽ സാറ് എന്നുള്ള കാര്യം കൂടി അവരുടെ അടുത്ത് വ്യക്തമാക്കുവാണ്. അത് കേൾക്കുമ്പോൾ ശരിക്കും ബാലേന്ദ്രന് ചെറിയൊരു നീരസം തോന്നുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, സ്വന്തം മകളെ ഇങ്ങോട്ട് വന്നിട്ട് ആനയിച്ചു കൊണ്ടുപോകേണ്ടതല്ലേ അച്ഛൻ. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ അലീനയെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. എന്നിട്ട് അലീനയെ മൊത്തം ഉള്ളിലേക്ക് കയറുവാണ് കേട്ടോ. കയറുമ്പോ തന്നെ അലീനയാണെങ്കിൽ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നോക്കി ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ആന്റപ്പൻ അവരെ കൊണ്ടുപോയി ഹാളിൽ നിർത്തിയതിനു ശേഷം കഥകടച്ച് ആന്റപ്പൻ അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷമാണ് സ്റ്റാൻലി ജോസഫ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. സ്റ്റാൻലി വരുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കട്ടിമീശയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള ആ ലുക്ക് മൊത്തം അലീന ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാണോ തന്റെ അച്ഛൻ എന്ന മട്ടില് ബാലേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുവാണ് അലീന. ബാലേന്ദ്രനെ കണ്ടോടെ തന്നെ ഹലോ ബാലചന്ദ്രൻ, ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യുന്നുണ്ട്. കൈകൾ കൊടുത്തുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ തിരിച്ച് വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അലീനയുടെ നേർക്കും കൈ നീട്ടിയും കൊണ്ട് ഹായ് അലീന എന്ന് പറയുന്നുണ്ട്. എന്നാ അലീന തിരിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അലീന ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതിരുന്നത് അയാൾക്ക് അനൗചികമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഫൈൻ ഫൈൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ കൈ പിൻവലിക്കാനോട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സ്റ്റാൻലി തന്നെ പറയുന്നുണ്ട് കേട്ടോ, ഞാന് മനഃപൂർവ്വമാണ് പുറത്തേക്ക് വരാണ്ടിരുന്നത്. അവിടെ ജോലിക്കാരുണ്ടല്ലോ, നമ്മളെപ്പോഴും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യണല്ലോ. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വരുന്ന വഴിയിൽ നിങ്ങളെ ഞാൻ അലീനയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള കാര്യം. പെട്ടെന്ന് അവളുടെ അച്ഛൻ ആരാണെന്നുള്ള സത്യം തിരിച്ചറിയുക, അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരിക പ്രതീക്ഷിതമായതുകൊണ്ട് കുറച്ച് പ്രയാസം അവൾക്കുണ്ടായി. മനസ്സിലായി എന്ന മട്ടില് നമ്മുടെ സ്റ്റാൻലി തലയാട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയെ സാരിയൊക്കെ ഉടുപ്പിച്ച് നല്ല അണിയിച്ചിട്ടാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഷീ ലുക്ക് ബ്യൂട്ടിഫുൾ, ഷീ ലുക്ക് ലൈക്ക് എ ഏഞ്ചൽ. ഇത് കേട്ട് ബാലേന്ദ്രനാണെങ്കിൽ താങ്ക് യു സ്റ്റാൻലി, ഞാൻ ഇവളെ എന്റെ മകളെ പോലെയാണ് കണ്ടിട്ടുള്ളത്. അത് നിങ്ങൾ ബാലേന്ദ്രൻ എന്റെ അടുത്ത് മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും നിങ്ങൾ ഇരിക്കൂ എന്ന് ബാലേന്ദ്രന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ബാലേന്ദ്രനാണെങ്കിൽ ഇല്ല, എന്റെ പണി കഴിഞ്ഞു, എനിക്ക് ഉടനെ തന്നെ തിരിച്ചു പോകണം. അത് കേട്ട ഉടനെ നമ്മുടെ അലീനയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ഇത്രയും വലിയൊരു പരുക്കനായ മനുഷ്യന്റെ അടുത്ത് കൊണ്ടുവിട്ടിട്ട് ഇദ്ദേഹം തന്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൈയൊഴിഞ്ഞു പോവാണോ എന്നുള്ളൊരു ഭയം നമ്മുടെ അലീനയ്ക്ക്. എന്നാ ഉടനെ തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് പോകരുത്, ഒരു ദിവസം എന്റെ അതിഥിയായിട്ട് ഇവിടെ താമസിക്കണം. എന്നാ ബാലേന്ദ്രനാണെങ്കിൽ അത് പറ്റില്ല എന്നും തന്റെ മക്കൾ അവിടെ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് തനിക്ക് ഇന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം, ഇല്ലെങ്കിൽ എന്നെ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും. ഞങ്ങൾ കുറച്ചു മുമ്പാണ് ഭക്ഷണം കഴിച്ചത്. ഞാൻ പിന്നെ ഒരു ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാനൊരു ചായ കുടിക്കാം എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അതിന് സ്റ്റാൻലി ഓക്കെയും പറയാണ്. ആന്റപ്പന്റെ അടുത്ത് ചായ എടുക്കാൻ വേണ്ടി പറയാൻ വേണ്ടി സ്റ്റാൻലി അവിടുന്ന് പോകുന്ന സമയത്ത് അലീനയുടെ അടുത്ത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ അലീന ചോദിക്കുന്നത്, ഞാൻ ഇവിടെയാണല്ലോ താമസിക്കേണ്ടത് എന്നാണ്. അതെ, എന്താ കുഴപ്പം, നല്ല വീടല്ലേ അച്ഛ, ഇവിടെ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ, അവര് ജോലിക്കാരുണ്ട്, അതല്ല ഞാൻ ഭാര്യയും മക്കളൊക്കെ അവരൊന്നും ഇവിടെയല്ല താമസിക്കുന്നു തോന്നുന്നു, ഇത് എസ്റ്റേറ്റ് ബംഗ്ലാവ് അല്ലേ. അച്ഛ, ഇദ്ദേഹം തന്നെയാണോ എന്റെ അച്ഛൻ? അതെന്താ നിനക്ക് സംശയം? അല്ല, എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ കൈനീട്ടി ഹലോ എന്ന് പറഞ്ഞത് കേട്ടില്ലേ? അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്റ്റാൻലി വരുന്നുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും ക്ഷണിച്ച് ഭക്ഷണം കഴിക്കുന്ന ആ മുറിയിലേക്ക് കൊണ്ടുപോവാണ്. അതിനകത്ത് ഒരുപാട് വിഭവങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല സെർവിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് 2 പേര് ഏപ്രിൻ ധരിച്ചും കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ മേശയിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഏത് വിശപ്പില്ലാത്തവനും കഴിക്കണം എന്നുള്ളൊരു തോന്നൽ വരും. ബാലേന്ദ്രൻ ചെന്നിരിക്കുമ്പോഴേക്കും പ്ലേറ്റ് എല്ലാം വെച്ച് അതിനകത്തോട്ട് ചപ്പാത്തിയും ചിക്കനും എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി വിളമ്പി കൊടുക്കുന്നത് കാണുമ്പോഴേക്കും ബാലേന്ദ്രനാണെങ്കിൽ പിന്നെ ഫുഡ് നിരസിക്കാൻ വേണ്ടിയിട്ട് തോന്നിയൊന്നുമില്ല കേട്ടോ. ബാലേന്ദ്രൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അലീന ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഭാര്യയും മക്കളൊക്കെ എവിടെയാണെന്ന്. അവരങ്ങ് അഞ്ചലിലാണ്, അവിടെയാണ് തന്റെ വീടെന്ന് പറയുന്നുണ്ട്. അലീന വരുന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോ ഇല്ല, അറിയിക്കണ്ടേ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോ അറിയിക്കണം, അത് ഒരു കുടുംബ കലഹത്തിന് കാരണമാവുമെങ്കിൽ അലീനയെ തിരിച്ച് അയച്ചേക്കണം എന്നുള്ള കാര്യം ബാലേന്ദ്രൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിന് സ്റ്റാൻലി പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നുമില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ ബാലേന്ദ്രൻ അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. പോകുന്നതിന് മുമ്പായിട്ട് സ്റ്റാൻലി ബാലേന്ദ്രന്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളോടുള്ള കടപ്പാട് എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. നല്ല മനുഷ്യരെ ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാൻ വളരെ കുറച്ചു പേർക്ക് മാത്രമേ കഴിയുള്ളൂ. സ്വന്തം മകളെ തിരികെ കയ്യിലേക്ക് ഏൽപ്പിച്ചല്ലോ. ബാലേന്ദ്രന്റെ ആ വലിയ മനസ്സ് സ്റ്റാൻലി ജോസഫ് പ്രശംസിക്കുന്നുണ്ട്. അതിനുശേഷം ബാലേന്ദ്രന്റെ കാറിന്റെ അരികിൽ വരെ നമ്മുടെ അലീന കൊണ്ടുവിടാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. ബാലേന്ദ്രൻ ഡിക്കിയിൽ നിന്ന് പെട്ടികളൊക്കെ എടുത്ത് പുറത്തു വെക്കുവാണ്. അലീന സങ്കടം കൊണ്ട് വിങ്ങി പൊട്ടുവാണ്. പെട്ടികളെല്ലാം എടുത്തു വെച്ച് അച്ഛൻ പോകുന്നതിന് മുമ്പായിട്ട് അലീന പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. അലീനയുടെ കരച്ചിൽ കാണുമ്പോഴേക്കും ബാലേന്ദ്രൻ അരികിലേക്ക് ചെന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ ഒരിക്കലും കരയരുത്,
നീ വിചാരിക്കുന്നുണ്ടാകും നിന്നെ ഇവിടെ കൊണ്ട് തള്ളിയിട്ട് അച്ഛൻ കൈയൊഴിഞ്ഞു പോകുകയാണെന്ന്. എന്നാ അങ്ങനെയല്ല, തന്റെ സ്വന്തം മകളെ വേറൊരിടത്ത് കൊണ്ടുപോയി ദത്ത് നിർത്തേണ്ട അവസ്ഥ വരുന്ന ഒരച്ഛന്റെ വേദനയോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് മടങ്ങുന്നത്. അതും തനിക്ക് മനസ്സുണ്ടായിട്ടല്ല, മോള് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ്. ഇത് പറയുമ്പോ ബാലേന്ദ്രന്റെ കണ്ണുകൾ നിറയുകയും തൊണ്ട ഇടറുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അച്ഛൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുവാണേ. നിനക്ക് ഇപ്പോ സ്വന്തം അച്ഛനുണ്ട്, അതൊരിക്കലും നീ മറക്കരുത്. ഇത് കേട്ട അലീനയാണെങ്കിൽ വിതുപ്പിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എങ്കിലും എനിക്ക് അച്ഛന്റെ സ്നേഹം ആദ്യമായിട്ട് തന്നതും ഞാൻ അച്ഛ എന്ന് വിളിച്ചതും അച്ഛനെയല്ലേ, അതെനിക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റില്ല. നീ കരഞ്ഞോണ്ട് നിൽക്കുന്നത് കണ്ടോണ്ട് പോയാ അച്ഛനെ സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞ് കേട്ട ഉടനെ അലീന വേഗം കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പഴയതുപോലെ തന്നെ 3 പേരെയും വിളിച്ച് സംസാരിക്കുകയും അവരോട് സന്തോഷമായിട്ട് ജീവിക്കുകയൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായി മോളെ, നീ ഉള്ളപ്പോ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടോ. പിന്നെ മാഡം തിരിച്ചു വരുമല്ലോ, ആ സമയത്ത് മാഡത്തിനോട് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും വേണ്ട, ആ വിഷയത്തിൽ നീ മോളെ ഒന്നും പറയണ്ട. അത് കേട്ട് അലീന ഭയങ്കര ദയനീയമായി ബാലേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നതിന് ശേഷം അച്ഛനെ ഇടയ്ക്ക് വിളിക്കണം, എല്ലാവരെയും വിളിക്കണം. അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് മോളെ കാണാൻ വേണ്ടി വരും. നീ സന്തോഷവതിയാണോ ഇവിടെ എന്നുള്ള കാര്യം അച്ഛൻ അറിയണ്ടേ. അത് കഴിഞ്ഞ് സ്റ്റാൻലി ജോസഫിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഉരുക്ക് മനുഷ്യന്റെ ഉൾമുള്ളില് നിന്നോട് സ്നേഹമുള്ള ഒരു മനസ്സുണ്ട്. കുറച്ചുനാള് പട്ടാളക്കാരനായിട്ട് ഇരുന്നതല്ലേ, ആ ഒരു ഇത് അയാൾ കാണിക്കും. പക്ഷെ നിന്നോടുള്ള സ്നേഹമുള്ള മനസ്സുണ്ട്, അത് നീ കാണണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ കാറിന്റെ ഉള്ളിലേക്ക് കയറുകയും പോട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് അലീനയോട് യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് പോകുകയാണ് കേട്ടോ. അലീനയെ അവിടെ ആക്കിയിട്ട്